നിൻമുഖം ചന്ദ്രൻ പൂവ് പോലെ സുന്ദരം മുളം കുഴൽ പാട്ടുപോൽ നിൻ സ്വരം മനോഹരം ആദ്യമായി കണ്ട നാൾ മുതൽക്ക് ഞാൻ നിന്നിൽ വീണലിഞ്ഞു പോയി എത്ര നാൾ തേടി ഞാൻ നിന്നെ ഒന്നു ഹലോ ഗായ്സ്, ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ ഒരു ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാഫ് ഡേ ആയിപ്പോയതാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല, എടുക്കാനുമില്ല, കാണിക്കാനുമില്ല. അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുമാതിരി ഉറക്കത്തുനിന്ന് എണീച്ച ഒരു ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്ന്. ഇതൊന്നും ഞാൻ എന്നും ചെയ്യുന്നതല്ല, എന്നാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോധം വെക്കാത്തപ്പോൾ കുറച്ചു നേരം വെളിച്ചം വരുന്ന ഒരു ഭാഗത്ത് പോയിരുന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല്ല് തേക്കാന്ന് വിചാരിച്ചിട്ട് ബ്രഷൊക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ പല്ല് തേക്കാൻ നിന്നപ്പം ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാണ്ട് നിന്ന് ഇങ്ങനെ പല്ല് തേക്കുന്നതാണ്. നിൽക്കണത് കണ്ടാൽ എന്തോ കാര്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പോലൊക്കെ തോന്നും. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇടാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ മുഖമൊക്കെ ഒന്ന് നല്ലോണം കഴുകി, അപ്പോഴേ ഒന്ന് ബോധം വെക്കുള്ളൂ. അങ്ങനെ ഞാൻ ഫേസ് വാഷൊക്കെ എടുത്ത്, ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഡോട്ട് ആൻഡ് കീൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഞാൻ കുറച്ച് കാലമായിട്ട് ഇതന്നെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലൂ യൂസ് ചെയ്ത് ഇപ്പോൾ ഓറഞ്ച് എനിക്കൊന്ന് സെക്കൻഡ് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഏതോ ലോകത്തിരുന്നിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം എനിക്ക് ഉറക്കത്തെ എണീച്ച് വന്നിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ് വാഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുകയാണ് എൻ്റെ സുന്ദരമായ മുഖം കണ്ടിട്ട്. അങ്ങനെ ഒന്നല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ക്യാമറ കണ്ടപ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. പിന്നെ ഇന്നെനിക്ക് കട്ടൻ കാപ്പി കിട്ടി. ഇത്ര ദിവസം ചായ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന് ഞാൻ അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റാണ് കഴിക്കാൻ എടുത്തത്. ഈ ബിസ്ക്കറ്റിന് ഞങ്ങളെ നാട്ടിലൊരു പേര് പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ? അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. അത് വാങ്ങാൻ താഴെ പോയപ്പോൾ കണ്ടതാണ് ഈ ബൊഗൻവില്ല. ഇത് നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കേട്ടോ, നല്ല ഭംഗി അതിങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ ആ പാഴ്സലൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മളെ റൂമിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അങ്ങനെ റൂമിലെത്തിയപ്പോൾ ഞാൻ ഹോളിൽ ഇരുന്നിട്ട് അത് പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ അയക്കാമല്ലോ. അപ്പം ഞാനതിങ്ങനെ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ത്വര, എന്തെങ്കിലും കിട്ടിയാൽ അത് അപ്പം തന്നെ പൊട്ടിക്കണം. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ റൂമിലിരിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, മഴ പെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവില്ല മഴയാണോ എന്താണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുടയൊക്കെ എടുത്തിട്ട് മുകളിൽ പോയി. നല്ല രസമാണ് ടെറസ് എന്നുള്ള വ്യൂ കാണാൻ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കുക. ഞങ്ങളുടെ ടെറസ് നിന്ന് നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കി ആസ്വദിക്കുകയാണ് ഗായ്സ്. നാട്ടിൽ പെയ്യുന്ന മഴേൻ്റെ പകുതി പോലും ബാംഗ്ലൂരിൽ പെയ്യല്ല. പക്ഷെ കുറച്ച് മഴ പെയ്താൽ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പും. അതങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ എന്തും ഉമ്മച്ചിനെ വിളിക്കുമ്പോൾ ഉമ്മച്ചി പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, അന്നൊക്കെ ഇവിടെ വെയിലേക്കും, നല്ല ചൂടില്ലെങ്കിലും വെയിലേക്കും. അപ്പം ഞാനിങ്ങനെ ഉമ്മച്ചിനോട് പറയാം, അവിടെ മഴയൊന്നും പെയ്തില്ല, എന്ത് ചെയ്യാനാ. ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ താഴെ വന്നപ്പം കുട പുതിയത്. അപ്പം അതിൻ്റെ മുകളിൽ ഈ വെള്ളം ഇങ്ങനെ ഞാനിങ്ങനെ അടിച്ചടിച്ച് കളിക്കുക. നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ, എൻ്റെ ഒരു കുസൃതികളെ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.